ശബരിമല പ്രതിഷേധത്തിൽ സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്നതിൽ സിപിഎമ്മിന് ആശങ്ക. വലിയൊരു വോട്ട് ബാങ്കാണ് അമൃതാനന്ദമയി ഭക്തർ. ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നു. എങ്കിലും അമ്മയുടെ ഒരു നിലപാട് അവരെ വൈകാരികമായി സ്വാധീനിക്കും. ഇതാണ് സിപിഎമ്മിനെ ആശങ്കപ്പെടുത്തുന്നത്. അമൃതാനന്ദമയി മഠത്തിനോട് ചേർന്നുള്ള കരുനാഗപ്പള്ളി ഏരിയയിൽ മുഴുവനായും അമ്മ ഭക്തരായതിനാൽ പ്രത്യേകിച്ചും കൊല്ലം മണ്ഡലത്തെ കാര്യമായി ബാധിക്കും. ബി.ജെ.പി. ഒരു നിർണായക ശക്തിയായി മാറിയതോടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതാണ് സിപിഎമ്മിനെ അങ്കലാപ്പിലാക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളെ വെല്ലുവിളിച്ച് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ സർക്കാർ ശ്രമിച്ചത് പല വിശ്വാസ സ്ഥാപനങ്ങളെയും ആശങ്കാകുലരാക്കുന്നു. ഇന്ന് ശബരിമലയാണെങ്കിൽ നാളെ എന്തുകൊണ്ട് നമ്മളാവില്ല? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാരാമൺ കൺവെൻഷൻ രാത്രി യോഗം ക്യാൻസൽ ചെയ്തതെന്ന് റിപ്പോർട്ട് വരുന്നു. ഇതേപോലെ അമൃതാനന്ദമയി മഠവും ഭയക്കുന്നുണ്ട്. ഇതിനിടെ അമൃതാനന്ദമയി ഭക്തസംഗമത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള നീക്കവും സിപിഎം സജീവമാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അമൃതാനന്ദമയെ കണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഭക്തസംഗമത്തിൽ പങ്കെടുത്താൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പലരും മഠത്തെ ഓർമ്മപ്പെടുത്തിയതായും പറയുന്നു. എന്തുവന്നാലും അമ്മ പങ്കെടുക്കണമെന്നാണ് ഭക്തർ പറയുന്നത്. ഇന്ന് ബി.ജെ.പിയോടും ശബരിമല കർമ്മസമിതിയോടൊപ്പവും നിന്നില്ലെങ്കിൽ നാളെ മഠത്തിനെന്തെങ്കിലും വന്നാൽ ആരും നിൽക്കില്ല. അതിനാലാണ് വിശ്വാസ സംരക്ഷണത്തിന് അമ്മ തന്നെ നേരിട്ടെത്തുന്നത്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്ത അയ്യപ്പ ഭക്തർ ഇന്ന് അനന്തപുരിയിലാണ് സംഗമിക്കുന്നത്. 2 ലക്ഷത്തിലധികം വിശ്വാസികൾ ഒത്തുചേർന്ന് ഭരണകൂടത്തിന്റെ ആക്ഷേപങ്ങൾക്കോ മർദ്ദനമുറകൾക്കോ അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ തളർത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4-ന് പുത്തരിക്കണ്ട മൈതാനിയിൽ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ അധ്യക്ഷതയിൽ യോഗം ഇത് മാതാ അമൃതാനന്ദമയി ഉദ്ഘാടനം ചെയ്യും. കെ.പി. ശശികല ടീച്ചർ ആമുഖ പ്രസംഗം നടത്തും. വിവിക്താനന്ദ സ്വാമി, സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ, കാമാക്ഷിപുരം അധീനം ശക്തശിവലിംഗേശ്വര സ്വാമി, ജസ്റ്റിസ് എൻ കുമാർ, ടി.പി. സെൻകുമാർ, സംഗീത് കുമാർ, ടി.വി. ബാബു, ഗോലോകാനന്ദ സ്വാമി, ബോധതീർത്ഥ സ്വാമി, ഗുരുരത്നം ജ്ഞാന തപസ്വി, സി.പി. നായർ, ചെന്തലങ്കാര ചെമ്പകമന്നാർ രാമാനുജൻ, അഡ്വക്കേറ്റ് സതീഷ് പത്മനാഭൻ, ഡോക്ടർ പ്രദീപ് ജ്യോതി, സൂര്യൻ പരമേശ്വരൻ സൂര്യകാലടി ഭട്ടതിരിപ്പാട്, കെ രാധാകൃഷ്ണൻ, എസ്.ജെ.ആർ. കുമാർ, ഇ.എസ്. ബിജു തുടങ്ങിയവർ സംസാരിക്കും. സംഗമത്തിന്റെ ഭാഗമായി 2 ലക്ഷം പേർ പങ്കെടുക്കുന്ന നാമജപയാത്രയും ഉണ്ടാകും. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഭക്തർ പങ്കെടുക്കും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രകൾ കിഴക്കേക്കോട്ടയിൽ സംഗമിക്കും. അതേസമയം ശബരിമല സമരത്തിന്റെ രൂപവും ഭാവവും മാറുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരത്തിന്റെ കാര്യം ബി.ജെ.പി. യോഗം തീരുമാനിക്കും. ആചാര സംരക്ഷണത്തിനു വേണ്ടി എൻ.ഡി.എ സമാഹരിച്ച ഒപ്പുകൾ ഗവർണർക്ക് കൈമാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള. ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പിനെ പോലും 307-ാം വകുപ്പ് പ്രകാരം കള്ളക്കേസിൽ കുടുക്കിയെന്ന് ശ്രീധരൻപിള്ള ആരോപിച്ചു. അതേസമയം ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന നിരാഹാര സമരം ബി.ജെ.പി. നാളെ അവസാനിപ്പിക്കും. ശബരിമല നട അടക്കുന്നതോടെ സമരം അവസാനിപ്പിക്കാനും തീരുമാനമായി. നാളെ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തോടെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. 48-ാം ദിവസം നടക്കുന്ന സമരത്തിൽ പി.കെ. കൃഷ്ണദാസ് ആണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത്. സർക്കാർ സമരത്തോട് മുഖം തിരിച്ചതും പാർട്ടിക്കുള്ളിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നതും അനാവശ്യമായി വന്ന ഹർത്താലുകളും സമരത്തിന്റെ ആവേശം കുറച്ചിരുന്നു. അതേസമയം ഭക്തസംഗമത്തോടെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.